Wi-Fi coming down your way. With us now, come and check us out. We don't play around, we don't talk about, we don't walk around, we just push the limit. Wi-Fi, Wi-Fi, everybody say Wi-Fi, Wi-Fi, yeah, Wi-Fi, Wi-Fi, everybody say Wi-Fi, 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 bleed it out, come on, Wi-Fi, push it out, come on, Wi-Fi, hold it out, come on, Wi-Fi, Wi-Fi. ാർദ്രം ഈരാവിൽ മായാരൂപം ദൂരെ നീയമേഘം പെയ്യുമ്പോൾ നാമുന്നാകും മണ്ണിൽ ചേരോഹര നീ പ്രേമത്തിൻ പാലപ്പൂവുകൾ പൂക്കുമ്പോൾ നാമൊന്നായി മാറുന്നു ഏതോ വിസ്മൃതി പുൽകുന്നു. Bleed it out, come on, Wi-Fi, push it out, come on, Wi-Fi, hold it out, come on, Wi-Fi, തമ്പ്ര, ഇനി എത്ര നാളുണ്ട് മദിരാശിയിലെ പഠിത്തം? കഴിഞ്ഞു വാസു. ഇനിയിപ്പോൾ ഒരു ജോലിക്ക് ശ്രമിക്കണം. കമ്പനി ഇപ്പോൾ മേലാവിലേക്ക് പഠിത്തമുള്ളവരെ അയക്കുന്നുണ്ട്. വല്ല കണക്കെടുത്തും മറ്റേ തരപ്പെട്ടാലായി. എന്തിനാ തമ്പുരാനൊരു ജോലി? 4 തലമുറയ്ക്ക് സുഖമായി തിന്ന് കഴിയാനുള്ള വക ഇല്ലത്തില്ലേ? വെറുതെ എന്തിനാ അന്യനാട്ടിൽ കിടന്ന് വെള്ളക്കാരന് പണിയെടുക്കണേ? നിനക്കൊന്നും മനസ്സിലാവില്ല വാസു, ഒന്നും നിനക്ക് മനസ്സിലാവില്ല. സ്വന്തം കാലിൽ നിന്ന് സ്വന്തം വിയർപ്പിൽ അന്നം തിന്നുന്നതിൻ്റെ സുഖം അപ്പനപ്പൂപ്പന്മാരുടെ നെല്ലറയിലെ ഭക്ഷണം തിന്നാൽ കിട്ടില്ല. അതും ശരിയാ തമ്പറ. ഇനി എത്ര നാൾ ഇവിടെ ഉണ്ട് തമ്പ്ര? ഒരുപാടില്ല. അഫൻ തമ്പുരാന്റെ പിറന്നാൾ കൂടണം. 2 ദിവസം കഴിഞ്ഞ് മിക്കവാറും മടങ്ങും. എന്താ നേരെ പോകുന്നത്? വലത്തേക്ക് പോ വാസു. വാസു, അതല്ലേ എളുപ്പം. വാസുവിന് വഴി നിശ്ചയില്ലാണ്ടായോ?
തമ്പ്ര, വേണ്ട തമ്പ്ര. ഇന്ന് ചൊവ്വാഴ്ചയാ, പോരാത്തേന് അസമയവും. കാവ് കടന്ന് ഈ നേരം പോവാൻ പാടില്ല തമ്പ്ര. ഓ, യക്ഷി, പഴയ അതേ യക്ഷി. നാണമാവില്ലേ വാസു ഇന്നും ഇതൊക്കെ വിശ്വസിക്കാൻ? എന്നെയോ നിന്നെയോ വശീകരിച്ച് ചോര കുടിക്കാൻ തയ്യാറായി ഒരാത്മാവും അവിടെയില്ല. നീ വണ്ടി തിരിക്ക്. അയ്യോ, അങ്ങനെ പറയല്ലേ തമ്പ്ര. അവക്ക് നമ്മൾ പറയുന്നത് കേൾക്കാം. ഇന്നാട്ടിലെ എന്തും ഏതും അവക്ക് കേൾക്കാം. അവൾ 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 വാസ് കണ്ടിട്ടുണ്ടോ ഈ അവളെ? കുഞ്ഞുകുട്ടി പരാധീനക്കാരനാ തമ്പ്ര. ഞാനെന്തിനാ അവളെ കാണണേ? ഇന്നോളം അവളെ കണ്ടവരുടെയൊക്കെ പല്ലും നഖവും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദൈവമേ. ഓ, അവർക്കും അവളെ തളയ്ക്കാൻ പറ്റില്ല തമ്പ്ര. രാത്രിയിൽ എപ്പോഴോ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് സ്ത്രീസുഖം അറിയാത്ത പുരുഷന്മാരെ വശീകരിച്ച് ഒളിവിൽ ചോര കുടിക്കുന്ന സത്വം. അവളെ തളയ്ക്കാൻ ഒരു ദൈവത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാഗത്തിന്റെ കൂട്ടുള്ളവളാ അവള്. ഉവ്വ് കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് കഥകൾ കുട്ടിക്കാലത്ത്. അർത്ഥമില്ലാത്ത ഈ വർത്തമാനം നിർത്തിയിട്ട് കാളകളെ വേഗം വായിക്കേ. ത്രിസന്ധ്യയായിട്ടും വീടെത്തിയില്ല. വിഷ്ണു എന്തുദ്ദേശിച്ച എങ്ങനെ? വൈകം മുമ്പ് വീട്ടിലെത്താൻ പാടില്ലെന്നുണ്ടോ പഠിപ്പുള്ളവർക്ക്? അത്രയ്ക്ക് വൈകിട്ടൊന്നുമില്ല, നേരം സന്ധ്യയാവുന്നല്ലേ ഉള്ളൂ. ആ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് വന്നതും പോരാ, പിന്നിങ്ങോട്ട് തർക്കിക്കുക. ഈ അസമയത്തിന്റെ കഥ കാരണ ഞാൻ ഇത്രയും വൈകി, അല്ലാതെ. മതി, അകത്ത് പോ. ഉച്ച മുതൽ ഊണും കാലാക്കി കാത്തിരിപ്പുണ്ട് അമ്മ. ഉവ്വ, എല്ലാത്തിനുണ്ടൊരു ന്യായം. പഠിപ്പിന്റെ ദൂഷ്യം. ശിവനെ. കഴിച്ചോ? ഓ, വന്നോ വിസ്രായി സാഹിബ്? തുടങ്ങിയല്ലോ കളിയാക്കല്. എന്റെ അമ്മേ, എന്നെ അമ്മ മാത്രം വിളിക്കുന്ന പേര് വിളിച്ചാൽ മതി, ഉണ്ണീന്ന്. അത് മാത്രം വിളിച്ചാ പോരെ? അത് കേൾക്കാനല്ലേ ഞാൻ ഇത്രയും ദൂരം കടന്നു വന്നേ. ഓ, അമ്മയെ പറ്റി ഓർക്കുന്ന ഒരു കുട്ടി. ഉച്ച മുതൽ ഞാൻ കാത്തിരിക്കുക, ഒക്കെ ആറി തണുത്തു. ഇനി ഇതൊക്കെ എന്തിനാ കൊള്ളണേ? അതെ അതെ, എല്ലാം തണുത്തു. ഈ ഏട്ടൻ കാരണ. ഉച്ചയ്ക്ക് ഉണ്ണേണ്ട ഞാനാ. ഇതിപ്പോ തിന്നേയില്ല തീറ്റിക്കേ ഇല്ല എന്ന് പറഞ്ഞ പോലെ. കണ്ടില്ലേ, എനിക്കുള്ളത് കൂടി അവൻ കഴിക്കുന്നുണ്ട്, പിന്നെന്താ. എന്നാലും നല്ല വിശപ്പ്. അമ്മേ, ഊണ് വിളമ്പി. അയ്യേ, എന്താ ഉണ്ണി ഇത്? പോയി കുളിച്ചു വരിക. ഇങ്ങനെയാണോ ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കണേ? പോയി കുളിച്ച് ശുദ്ധിയായി വരൂ. എന്താ അമ്മേ, വിശക്കുന്നു അമ്മേ. ആഹാ, വേണ്ട വേണ്ട, ഒരുപാട് പുതുമയൊന്നും വേണ്ട. വളർന്നൊന്നും ഞാൻ കരുതില്ല. നല്ല അടി തരും. ചെല്ല് ചെല്ല. അമ്മേ, ലേശം ഉപ്പിലിട്. ഉപ്പിലിട്ടത് കഴിഞ്ഞു, എണീറ്റ് പോവാ നമ്പൂരി. ചുമ്മാതല്ലേടാ. ദാ
ഇല്ല. വായന തന്നെ വായന അല്ലേ? നന്ന്. പുതിയതോരോന്ന് വായിച്ചു കൂട്ടുമ്പോൾ മനസ്സിൽ പതിഞ്ഞ് പഴയതിനെ മറന്നു പോകാണ്ട് നോക്കുക. പഴയത് പുതിയത് അങ്ങനെ ഒരു പക്ഷം ചേരലിന് എനിക്ക് പറ്റാണ്ടായിരിക്കണോ? ഞാൻ ജീവിക്കുന്ന ഇന്നിൽ ജീവിതത്തെ അതിൻ്റെ എല്ലാ സാധ്യതകളോടെയും കണ്ടെത്താനാണ് എൻ്റെ ശ്രമം. നീ പറയാതെ പറഞ്ഞു തള്ളിയ പഴമയിലാണ് നിന്റെ പൈതൃകം ജീവനും ജീവിതവും കണ്ടത്. അത് മറക്കണ്ട. ഞാൻ അങ്ങനെ അർത്ഥമാക്കിയില്ല അഫ. പഴമയ്ക്ക് എപ്പോഴും ആണ്ടുകളുടെ അനുഭവങ്ങളുടെ ആധികാരികത കൂടും. പുതുമയുടെ പകിട്ട് കണ്ട് സ്വജീവിതം ഒരു പരീക്ഷണശാലയാക്കരുതെന്ന് മാത്രം. എനിക്കറിയാം നിനക്ക് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള അറിവായിട്ടുണ്ട്. തൻ്റെ അമ്മ ഒരു സാധുവാ. അവർക്ക് നല്ല ആദ്യമുണ്ട്. താൻ വല്ല വെള്ളക്കാരിയെയോ തമിഴത്തിയെയോ നോക്കി വെച്ചിട്ടുണ്ടോന്ന്. ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അധികം ഉറക്കൊഴിക്കണ്ട. ഇവിടെ ഒന്നും മാറിയിട്ടില്ല. ഒന്നും, എന്നും, എല്ലാം എന്നത്തെയും പോലെ തന്നെ. ആളുകൾക്ക് മാറ്റമില്ല. പഴയ യക്ഷിക്കഥയ്ക്കും. കേൾക്കുന്തോറും കൂടുതൽ അറിയാൻ താല്പര്യം തോന്നുന്നു. യക്ഷി, മുത്തശ്ശിക്കഥയിലെ കന്യകയുടെ ആത്മാവ്. യക്ഷി, 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 അതാണ് നമ്മുടെ ടോപ്പിക്. ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റിനുള്ള എല്ലാ സ്റ്റഫും ഇതിലുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ക്ലിക്ക് വെൽ വിത്ത് ദി ട്യൂട്ടേഴ്സ്, അല്ലേ? റബ്ബിഷ്. ആർ യു ഫിക്സിംഗ് ഓൺ എ സ്റ്റുപ്പിഡ് ഗോസ്റ്റ് സ്റ്റോറി? റബ്ബിഷ്. എടാ, നീ ഡയറി കണ്ടോ? ഇതെൻ്റെ മുതുമുത്തശ്ശൻ്റെയാ. ഈ സുന്ദരിയുടെ മുകളിലൊന്ന് കൈവയ്ക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയോ? സോ എന്താണ് നിന്റെ സ്റ്റാൻഡ്? ഈ ഡയറി ഇത് സത്യമാണെന്നാണോ? പിന്നെ പോടാൻ വേണ്ട. ഇവൻ ലോക്കൽ മല്ലൂർ ഡയറക്ടേഴ്സിന്റെ ലൈനാ. ആളെ വിരട്ടി ആളാവുക. ചീപ്പ് ഗിമിക്സ് ആൻഡ് CGI ട്രീറ്റ്സ് അല്ലേ വിശ്വ? പൊടി ജിത്തു. എടാ, യക്ഷിയോ ഈ 21-ാം നൂറ്റാണ്ടിലോ? ചിന്തിക്കാനൊരു തലച്ചോറിലിടാ നിനക്ക്. അളിയ, നമുക്ക് വേണ്ടത് ഈ ടോപ്പിക്കാണ്. നിനക്കറിയോ, തായ് വഴിയിൽ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ ഈ ഇല്ലം. വർഷങ്ങളായി ഈ കെട്ടുകഥൽ കേട്ടിട്ട് ആരെങ്കിലും ആ പടിയൊന്ന് ചവിട്ടിയിട്ട്. നീയും പോയിട്ടില്ല? എവിടുന്ന്? ആ നാട്ടിലെ ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് അവിടെ യക്ഷിബാധ ഉണ്ടെന്നാ. പക്ഷെ ആ വിശ്വാസം, ആ മിഥ്യ, അത് വേണം നമുക്ക് ഉപയോഗിക്കാൻ ഒരു നല്ലൊരു ഡോക്യുഫിക്ഷനുമായി വരാൻ. ആയിക്കോട്ടെ, നീ ആ ഡയറക്ടർ. നിന്റെ ഇഷ്ടം അതാണ്. ഓക്കെ, ഞാൻ റെഡി. ഡേ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. പ്ലേയിങ് വിത്ത് പാരനോമൽസ് കണ്ടിട്ടില്ലേ? ഗോസ്റ്റ് ഹണ്ടേഴ്സ്. എന്തോന്നടേ എന്തെങ്കിലും പറയാൻ വന്നില്ല. ഓ, അളിയ വിശ്വ, ചാടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. വെറുതെ എന്തിനാടാ സ്വന്തം ചോര കണ്ട പെണ്ണുങ്ങൾക്ക് നക്കാൻ കൊടുക്കും. ഞാൻ തീരുമാനിച്ചു, ഇത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണ പ്രോജക്ട്. ധൈര്യമുള്ളവർക്ക് കൂടെ വരാം, അല്ലെങ്കിൽ just find some other crew. വിശ്വ, അപ്പോ വെള്ളക്കാരികളുള്ള പ്രിയം പോയെന്നുണ്ടോ വിഷ്ണുവേ? നാട്ടിലുള്ളോളം വരുമോ അന്യനാട്ടില്? എന്നാലും അതൊക്കെ ഒരു ഭാഗ്യമല്ലേ, അവരെയൊക്കെ അടുത്ത് കാണാൻ കിട്ടുന്നത്. ആവോ, എനിക്ക് അവരോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. അതുപോട്ടെ, ഇവിടെ എങ്ങനെയുണ്ട് ശേഖരം? അമ്മൻകാവിന് പുരോഗതി വല്ലതും ഉണ്ടോ? എന്ത് പുരോഗതി, പഴയ കാഞ്ചനീയ ലക്ഷ്മിയൊക്കെ തന്നെ. ഇതൊക്കെ ഒരു നാടാണോ? ഛേ. എന്തോ നിനക്കതൊക്കെ പറയാം. ചുറ്റിനും സുന്ദരികൾ കുമിഞ്ഞു കൂടുമ്പോ പാവം എന്നെയൊക്കെ പുച്ഛം. ആ, അങ്ങനെ എല്ലാ സുന്ദരിമാർക്കൊന്നും വിഷ്ണുവിനെ കിട്ടില്ലടാ. അയ്യടാ. അമ്മ വിളിക്കണോ? ആ, വിളി വന്നു. നീ പൊയ്ക്കോ, വൈകിട്ട് കാണാം. എന്താ ഉണ്ണി, നേരം സന്ധ്യ ആകാറായി. ഇനിയും തീർന്നില്ലേ നിന്റെ കുശലം പറച്ചില്? ആ, എത്ര നാളായമ്മേ അവനെ കണ്ടിട്ട്. ആ, പോയി കുളിച്ചു വരിക. എന്നിട്ട് കാവില് തിരി കൊളുത്തുക. എന്നിട്ടൊടുക്ക എന്റെ കുട്ടി നല്ലൊരു മഞ്ഞൾക്കുറി തൊടണം. ആ ബാക്കി നിൽക്കുന്ന സായവിന്റെ മോറങ്ങ് മായട്ടെ. അതെന്നെ. എന്തെന്നെ? നീ ഇങ്ങനെ ആ ഉമ്മറത്തിരിക്കുന്ന കാർന്നവരുടെ ഉപദേശം ശിരസാ വെച്ച് നടന്നു. അമ്മൻകാവിനപ്പുറം ഒരു ഇടവഴിയെങ്കിലും കണ്ടിട്ടുണ്ടോ നീ? ആ, ഇനി നീ അവനെ പിണക്കിക്കോ.
2 ദിവസം ദീനം വന്ന് കിടന്നാലേ നോക്കാൻ അവനെ ഉണ്ടാവും. ഓ, അപ്പൊ വെറുതെ അല്ല അമ്മ ഇന്നലെ വടക്കയിലെ സൗദാമിനി ഉള്ളത് കൊടുത്ത് പറഞ്ഞയച്ചത്. ശരി ശരി, വേഗം പോയി വരാം. അല്ലെങ്കിൽ അത് മതി അപ്പം തുടങ്ങാൻ. ഓ, അപ്പോ പേടിയുള്ളവരുണ്ട് ഇവിടെ. ശരി, വേഗം വരിക. അലക്കുമുണ്ട് ഞാൻ എടുത്ത് വെക്കണുണ്ട്. ചെല്ല്. അവൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലടാ. ഇന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മാത്രം ദൈർഘ്യമുള്ള കാഴ്ച. പക്ഷേ ദൂരത്തും അവളുടെ സൗന്ദര്യം ഏതൊരാണിനെയും ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. ആരും കൈക്കുള്ളിൽ ഭദ്രമാക്കാൻ കൊതിക്കുന്ന പെണ്ണ്. ആരാണവൾ? അറിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും അവളെ കാണാനൊരു മോഹം. ഒരൊറ്റ നോട്ടം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ പച്ചക്കൽ കണ്ണുള്ള സുന്ദരി. ആർത്തി കൂടുകയാണ് ഓർക്കുന്തോറും അവളെ കാണാൻ. ഇനിയും കാണണം എനിക്ക് അവളെ, ഇനിയും ഇനിയും. നിന്റെ അപ്പൂപ്പന് വട്ടാടാ പച്ചക്കൽ കണ്ണ്. എടാ, ഇതൊക്കെ എടുത്തു വെച്ചാലേ പിള്ളേര് കൂയി നാറ്റിക്കും. ചീപ്പ് റൊമാൻറ്റിക് ക്ലീഷേസ്. എന്താടാ ഇപ്പോഴും പേടി മാറിയില്ലേ? പേടിയല്ല, ഇറ്റ്സ് ലൈക്ക് എ ബാഡ് ഫീൽ, കൈൻഡ് എ നെഗറ്റീവ് വൈബ്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വൈബ്. അളിയ വിഷു അവൻ്റെ പാൻറ്റും ചോദിക്കരുത്, വൃത്തിയുടായിക്കണോ അവൻ? പേടിച്ച് തൂറി. ചിത്തു, ഇതെന്റെ സ്വപ്നമാടാ. വെറൊരു കെട്ടുകഥയല്ലേ ഇത്? യക്ഷി വെറുമൊരു കഥാപാത്രമാ. അക്കാലത്ത് ആണിന്റെ തണലിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീ കഥാപാത്രം, അല്ലാതെ മറ്റൊന്നുമില്ല ഇതില്. എനിക്കറിയില്ല അളിയ, നിങ്ങൾ പറയുന്നു, ഞാനെല്ലാം കേൾക്കുന്നു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഐ ആം വിത്ത് യു. What? I told you, man, I'm always with you. I'm always into this stuff. അല്ല എല്ലാവരും അവനെ പോലാണോ? താങ്ക്സ് ഗൈസ്, ദിസ് ഇസ് വൈ ഐ ലവ് യു ഓൾ. അപ്പോൾ നാളെ നമ്മൾ യാത്ര തിരിക്കുന്നു അമ്മൻ ഖാവിലേക്ക്. സർപ്പഖാവിൻ്റെ, പച്ചപ്പിൻ്റെ, വെള്ളച്ചാട്ടത്തിൻ്റെ, യക്ഷിയുടെ നാട്ടിലേക്ക്. ഒരൊറ്റ നോട്ടം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ പച്ചക്കൽ കണ്ണുകളുള്ള സുന്ദരി. ആർത്തി കൂടുകയാണ് ഓർക്കും തോറും അവളെ കാണാൻ. ഇനിയും കാണണം എനിക്കവളെ, ഇനിയും.
ഇനിയും. വിഷ്ണു ഭട്ടതിരി, ഞാൻ നിന്റെ മുന്നിലുണ്ട് ഇവിടെ ഇപ്പൊ. നീ ആഗ്രഹിച്ചതുപോലെ നിനക്കായി മാത്രം. നീ ഏതാ പെണ്ണേ? ഈ നാട്ടിൽ പുതിയതാ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. എന്നെ തമ്പ്രാൻകുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, പിന്നെന്താ? തമ്പ്രാൻകുട്ടി, ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും എൻ്റെ കൺവെട്ടത്ത് പെടാതെ ഇത്രയും സുന്ദരിയായൊരു പെണ്ണെങ്ങനെയാ ഈ അമ്മങ്കാവിൽ? അത്ര എളുപ്പമല്ല എന്നെ കാണാനെന്ന് കൂട്ടിക്കോ. എന്നെ കണ്ടവരാരും പിന്നതിന് സാക്ഷ്യം പറയാനുണ്ടായിട്ടുമില്ല. അതെന്താ, നീ വല്ല ലക്ഷ്യമാണോ? അതെ, അത് ഞാൻ തന്നെയാ. ഈ നാട്ടിലെ കെട്ടുകഥകളിലെ കന്യകയുടെ സർപ്പഗന്ധമുള്ള ആത്മാവ് ഞാനാ യക്ഷി. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പറഞ്ഞില്ലേ ഞാൻ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്യം നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നീ
ഈ നാഗയക്ഷിക്ക് പ്രിയനാണ്. നിന്നോട് എനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണ്. ഒരാണിനോടും ഇന്നേ വരെ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ നീ കണ്ട നാൾ മുതൽ നിന്റെ ഈ കണ്ണുകൾ എന്റെ സ്വസ്ഥത തകർക്കുന്നു. എനിക്ക് വേണം നിന്നെ. ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ, ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്ന പോലെ എനിക്ക് വേണം നിന്നെ. വാക്ക് തരുന്നു, എന്റെ തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഇനി ഒരു നാളും ഞാനൊരു അന്യപുരുഷനെ കുറിച്ച് ചിന്തിക്കില്ല, സ്പർശിക്കില്ല. പകരം നീയും തരണോ എനിക്ക് വാക്ക്. എന്റെ തമ്പുരാൻ കുഞ്ഞിനും ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് ഉണ്ടാകില്ലെന്ന്. ഇനിയുള്ള ഓരോ രാത്രിയും നീ മരിച്ച് എന്നിൽ ലയിക്കുന്ന ദിവസം വരെയും നമുക്ക് മധുവിധുവാണ്. ലോകത്ത് മറ്റൊരു ദമ്പതിമാരും കൊണ്ടാടാത്ത മധുവിധു. അത്രേ ഉള്ളൂ മച്ചാൻസ്. നമ്മുടെ വലിയ പൂപ്പൻ കാതെഴുത്ത് അവിടെ നിർത്തുന്നു. എന്നും വരുമെന്നും വാക്കും പറഞ്ഞ് അവൾ പോയി. കൂൾ അളിയ, സെമ കൂൾ. ആൻഡ് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ് വിത്ത് എ ഗോസ്റ്റ്. ഒരു ഗേൾഫ്രണ്ട് ശല്യമില്ല. ആൻഡ് മാക്സിമം ഫൺ, അൺലിമിറ്റഡ് ഓൾ നൈറ്റ്. ഈ വൃത്തികെട്ടവൻ. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നിറങ്ങി പോടാ ചുമ്മാ. അളിയ വിശ്വ, സത്യമായി ഇപ്പോഴും ഐ ആം നോട്ട് കോൺഫിഡൻറ്റ് വിത്ത് ദിസ്. പോണോടാ, തിരിച്ചു വിട്ടാലോ? തുടങ്ങിയോ വീണ്ടും? അണ്ണ ഗ്രോ അപ്പ്. chill guys. കുറച്ചു നേരം ഇതൊക്കെ വിട്. ആദ്യം അവിടെ ഒന്ന് എത്തട്ടെ, എന്നിട്ട് മതി ബാക്കി. ആദ്യം നിങ്ങളുടെ എല്ലാവരും ഒരു ഇന്റർവ്യൂ ആവാം. അപ്പോ നമ്മളെയൊക്കെ ടി വിയിൽ കാണിക്കും. ചേട്ടാ ഇതൊരു ഡോക്യുമെന്ററിയാ. ഡോക്യുമെന്ററി എന്ന് വെച്ചാ സിനിമ ചേട്ടാ, സിനിമ. ഓ സിനിമയാന്നോ? സിനിമ. ഹലോ ഹലോ, നമസ്കാരം. അമ്മൻകാവിലെ വാർഡ് മെമ്പറാണ്. ഓ, ഇതെല്ലാം നമ്മുടെ പാർട്ടി ചാനലിൽ വരുമല്ലോ അല്ലേ? അത് വരത്താം. ഞാനെന്താ പറയണ്ടേ? അല്ലേ? യക്ഷി എന്ന സങ്കല്പം. യക്ഷിയല്ലേ? യക്ഷി. യക്ഷി. എനിക്ക് തിരുവനന്തപുരത്തൊന്ന് പോകാനുണ്ട് അത്യാവശ്യമായിട്ട്. വാടാ ശശി. എനിക്ക് വീട്ടിൽ പോണം. ചോദിക്കാൻ അല്ല, ഒന്ന് പകുതി ഷേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നോക്കിയിട്ട് വരാട്ടെ. എന്തൊക്കെയായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ടീമു, മിത്തോളജി, ത്രില്ലർ. കിഷോർ പ്ലീസ്, ഇനി ഇതും പറഞ്ഞു തുടങ്ങണ്ട. നമ്മൾ അറിഞ്ഞോ ഇവർ ഇത്രയും ബാക്ക്വേർഡ് ആണെന്ന്? ചില വിശ്വാസങ്ങളെല്ലാം അങ്ങനെയാണ്. കല്ലുപോലെ ഉള്ളി കിടക്കും, തലമുറകളായി കൈമാറുകയും ചെയ്യും. എന്താടോ, പോവുമല്ലേ? എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? പോവാം, വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ സിറ്റിയിലേക്കല്ല, എൻ്റെ പൂർവികരെ കഴിഞ്ഞ് എൻ്റെ ഇല്ലത്തേക്ക്. അടുത്തേ പൊക്കി പിടിച്ചോണ്ട് വരിക. ഇല്ല ജിത്തു, എൻ്റെ മനസ്സ് പറയുന്നു അവിടെ നമ്മളെയും കാത്ത് ഒരുപാടുണ്ട്. ഒരുപാട് കഥകളുണ്ട് ഇനിയും അറിയാൻ. അതെല്ലാം നമ്മളെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. വാവ്, ഇത്രയും വലിയ വീട് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ നിന്റെ കുടുംബക്കാർക്ക് എങ്ങനെ മനസ്സ് വന്നടാ? സത്യം, ഒന്ന് മെനയാക്കി നല്ല കാശിന് വിറ്റ ഈ ജന്മം വേറൊരു ജോലിയും ചെയ്യണ്ട. നമുക്ക് നോക്കാം.
ആദ്യം ഇതിനകത്തേക്ക് ഇങ്ങനെ കയറുമെന്ന് നോക്കാം. വാ. ഇതൊന്ന് പിടിച്ചേ. വിഷു ആരടാ നീ? നീ ആരാ? ആരടാ നീ? ഞാൻ മാടൻ കുഞ്ഞു. മാടൻ കുഞ്ഞോ? മാടനും കുഞ്ഞോ? ശരി, പൊയ്ക്കോ. ഞങ്ങളെ ശല്യം ചെയ്യാതെ. ഇവിടെ നിനക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ല. പോ. എൻ്റെ രൂപം കണ്ടിട്ടാ ഒരു ഭിക്ഷക്കാരനാട്ടും പോലെ ആട്ടിയത്. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? മാടനറിയാം. കഥ കേൾക്കാൻ വന്നവരല്ലേ, എന്നിട്ട് കേട്ടോ കഥ പറഞ്ഞു തന്നോ ഈ നാട്ടിലുള്ളവര്? പറഞ്ഞു തരില്ല. അവളുടെ പേര് കേട്ട ഉടുത്ത മുണ്ടയിൽ ഇരുന്ന് തൂറും നാട്ടിലെ വീരന്മാര്. കഥകൾ അറിയാവുന്ന ആളാണല്ലേ. പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. പക്ഷെ അതിനു മുമ്പ് മാടൻ ചേട്ടൻ ഈ കഥകൾ എങ്ങനെ അറിയാമെന്നും കൂടെ ഒന്ന് പറയണം. കഥ ഞാൻ പറയാം, പക്ഷെ ചോദ്യങ്ങൾ അത് മാത്രം വേണ്ട. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഞാൻ പറയുന്ന വാക്കുകൾക്കാ പ്രസക്തി. സത്യാസത്യവും ഉദയാസ്തമയ. ഇരുട്ടിലില്ല എന്ന് കരുതുന്ന സൂര്യൻ പ്രഭാതത്തിൽ മുന്നിൽ വരുമ്പോഴാണ് സത്യമാവുന്നത്. എൻ്റെ വാക്കുകൾ സൂര്യനാണ്. സംശയത്തിൻ്റെ ഇരുട്ടിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. വിശ്വാസത്തിന്റെ പ്രഭാതം ഒരു സത്യമായി നിങ്ങളെ പുണർന്ന് പുലരുമ്പോഴാണ് മനസ്സിൽ വരുന്നത് എൻ്റെ വാക്കുകളും അതിൽ രൂപം കൊണ്ട കഥയും. അപ്പോൾ മനസ്സിലാവും സത്യമാവും. സത്യാവതല്ല, ഞാനൊരു യാത്രികനാണ്. രാവും പകലും ഒന്നല്ലാതെ കുന്നും മലയും കാടും പുഴയും നാടും ഒക്കെ ചുറ്റുന്നവൻ. അതുകൊണ്ട് അവർ കണ്ടതും കേട്ടതൊക്കെ എന്നോടെല്ലാം പറയും. അവർ കണ്ടതും കേട്ടതും ഒക്കെ പറയും. അതുകൊണ്ട് കഥ ഞാൻ പറയാം, മറുപടി ഒരു ചോദ്യമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. അങ്കിൾ, ഒരു ഡൗട്ട്. അങ്കിളിന് എന്താ ഈ പേടിയില്ലാത്ത? യക്ഷീനെയാണോ ഉദ്ദേശിച്ചേ? യക്ഷി എടോ, അവളെ ഈ കന്യകന്മാരെ മാത്രമേ പിടിക്കൂ. അതുകൊണ്ട് എന്നെ തൊഴില്ല. മാത്രമല്ല, അരൂപിയാണെങ്കിലും രൂപമുണ്ട്. സൗന്ദര്യസങ്കല്പം എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പോലെ അവൾക്കും ഉണ്ട്. ശരി ചേട്ടാ, സമ്മതിച്ചു. കഥ പറഞ്ഞു കേൾക്കാൻ ഞങ്ങൾ റെഡി. ഈ സ്വന്തം സെക്ഷൽ പോവർട്ടി ഡിപ്രഷൻ വിട്ടേക്ക്. പറയാം. അഹം ബ്രഹ്മാസ്മി. ഈശ്വരൻ ഞാൻ തന്നെയാ. ഈ നാവിലും സത്യത്തിന് മങ്ങലേൽക്കില്ല. അതുകൊണ്ട് എനിക്കാരും ഭയമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. പക്ഷെ ഈ മാടന് പേടി ഈശ്വരനെ മാത്രം. സ്വയം കുടിയിരിക്കുന്ന എന്നിലെ ദൈവത്തിനെ. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം.
ഒഴുകിയെത്തുമേതു ലയലാസ്യ സൗന്ദര്യമേ അനുരാഗരസങ്ങൾ തേടി ആരോ വനമോഹിനി നിന്നെ പുൽകാൻ ഞാനും ഈ കഴുത്തിൽ തമ്പ്രാൻകുട്ടി ഒരു താലി ചേർത്തട്ടെ. സത്യം? അമ്മൻകാവിലെ ആയിരങ്ങൾ വിളക്ക് വെച്ച് തൊഴുന്ന ഈ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്ന നാഗയക്ഷിയാണ് സത്യം. ചേർന്നിടും നാദങ്ങളിഴപാകിടും രാക്കിളിപ്പാട്ടു പാടവേ രാത്രി മുല്ലകൾ പൂക്കവേ അവരടുത്തു, ഒരുപാടടുത്തു. ഒരാത്മാവും മനുഷ്യനും ഭേദിക്കാവുന്ന വരമ്പുകളെല്ലാം ഭേദിച്ച്. പ്രണയമായിരുന്നു വെട്ടിക്ക്. അറിയില്ല, പക്ഷേ വിധി അവൾക്ക് കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. നിന്നെ നിർബന്ധിക്കുകയല്ല, അത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. പക്ഷെ കുടുംബത്തിന്റെ പാരമ്പര്യം, അന്തസ്, ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അഫൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ
ഒരു മുഖവരയുടെ ആവശ്യം അതിനില്ല. വേറൊന്നുമല്ല ഉണ്ണി, മീനാക്ഷിയുടെ കാര്യമാ. ഒരു മുറപ്പെണ്ണായി അവൾ നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. ചിങ്ങത്തില് അവൾക്ക് 20 തികയും. ഇനി നീ ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത്. നിന്റെ അമ്മാവൻ പരാതിയുടെ സ്വരം മാറി പരിഭവം അപേക്ഷയായിട്ടാ ഇപ്പൊ വരുന്നേ. പറഞ്ഞുറപ്പിച്ച വേളി ഇങ്ങനെ നീണ്ട എങ്ങനെയാ മോനെ? നിന്റെ അമ്മാവന് മാത്രമല്ല അപേക്ഷയുടെ സ്വരമാണ് കേൾക്കേണ്ടതെങ്കിൽ ഞാനും കൂടാം നിന്നോട് സങ്കടം ബോധിപ്പിക്കാൻ. എന്താ അഫ ഇങ്ങനെ? ഞാൻ എന്തെങ്കിലും ഉപേക്ഷ പറഞ്ഞോ അഫനോട്? തീരുമാനിച്ചോളൂ. നിശ്ചയത്തിനുള്ള തീയതി നോക്കാൻ അമ്മാവനോട് പറഞ്ഞോളൂ. വേളിക്ക് എനിക്ക് സമ്മതം. മഞ്ഞുകാലം ഇതു കുന്നിനും കുളിരും കാലം, പാടുന്നു യാമം പ്രണയാർദ്രമീ സംഗീതം. കണ്ണാടി നോക്കി അഴകുന്നു കൂടി നോക്കി, ഈ മിഴിയിൽ മൊഴിയിൽ പ്രണയം പ്രണയം. പോരൂ പോരൂ പരവശ ഞാൻ, മാരനു നേദിക്കാൻ ഒരു കുമ്പിൾ പാലപ്പൂ. മാറാ കുളിരിനൊരിത്തിരി ചൂട്, മാനം മച്ചു വിരിച്ചൊരു വീട്. മാനോടും മയിലാടും കണ്ണിൽ ചാഞ്ചാട്ടം, നീരാടും കടവത്ത് കാറ്റിന് തേരോട്ടം. തേനും പാലും ഊറും നാവിൽ നിൻ മന്ത്രം, തേനും പാലും ഊറും നാവിൽ നിൻ മന്ത്രം. ഇനി സ്നേഹത്തിൻ ചുണ്ടിനാൽ മുത്തുകൾ കോർക്കാം, കാണാ കൊമ്പിലെ കന്നിപ്പൂ വിണ്ണിൽ വിടർന്നു. കാണാ കൊമ്പിലെ കന്നിപ്പൂ വിണ്ണിൽ വിടർന്നു. ഇനി സ്നേഹത്തിൻ ചുണ്ടിനാൽ മുത്തുകൾ കോർക്കാം, ഇനി മീനാക്ഷി, വാ, സ്നേഹത്തിൻ ഇവിടെ വന്നിരിക്ക്. ചുണ്ടിനാൽ മുത്തുകൾ കോർക്കാം. അപ്പൊ പുള്ളിക്കാരെ അവളെ കെട്ടിയോ? ഒന്ന് പിടിച്ച്. പിന്നെ അല്ലാണ്ട് ആർക്കാ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത? പക്ഷെ അന്ന് പോയ അവള്, ആ യക്ഷി, അവള് പിന്നെ വന്നില്ല. എല്ലാം കണ്ടുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് കയ്യെത്തും ദൂരത്തെവിടെയോ അവള് മറഞ്ഞിരുന്നു.
എനിക്ക് പോണം. പക്ഷെ അറിയാവുന്ന കഥകളല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പോണം. പക്ഷെ ബാക്കി പിന്നീട് എന്താ സംഭവിച്ചത് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയേട്ടാ. ഞാൻ പറഞ്ഞില്ലേ മറു ചോദ്യങ്ങൾ വേണ്ട. എനിക്ക് പറയാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മുഴുവൻ കഥയും അറിയുവാനാണ് നിന്റെ വിധിയെങ്കിൽ നീ അതറിഞ്ഞിരിക്കും. അവൾ നിന്നെ അറിയിച്ചിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് പോകണം. പ്രകൃതിയുടെ നിയമം അതാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പക്ഷികൾ കൂടണയണം, കൂടയും ആടണം. നിങ്ങൾ വലിയൊരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ഇതാ ഇതിരിക്കട്ടെ. കഥ പറഞ്ഞ് കാശ് വാങ്ങാൻ ഞാനൊരു കാഥികനല്ല. ദാനം സ്വീകരിക്കാൻ ഒരു ഭിക്ഷക്കാരനും ആയിട്ടില്ല. എന്നെ പോട്ടാ എനിക്കറിയാം. ഈ പ്രകൃതി തരും മാടന് ഉണ്ടുറങ്ങാനുള്ള വക. മോനെ, അവള് നിന്നെ വരുത്തിയത് അവിടേക്ക് എനിക്കുറപ്പാ. നിങ്ങളോടും കൂടിയാ സ്നേഹം കൊണ്ട് പറയാ. ഈ അമ്മങ്കാവ് നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥല. ഉയരം കൊണ്ടുപോകാൻ കൽപ്പുള്ളതാണ് ഇവിടുത്തെ കാറ്റും വായുവും ഒക്കെ. രാത്രികളിൽ അന്തരീക്ഷം ചോര മുണക്കും. ചോര മുണക്കും. ആളം തെറ്റി പെയ്യുന്ന മഴ പോലെ നിങ്ങളുടെ പുറകെ വരും മരണം. നനച്ചിരിക്കാതെ സൂക്ഷിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ആൺകുട്ടികൾ നന്നായി എന്താണ്? നേരെ ഇരുട്ടി. രാത്രിക്ക് രാത്രി സ്ഥലം വിടുകയല്ലേ. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? നമ്മളിന്ന് എങ്ങോട്ടും പോണില്ല. ഈ സുന്ദരമാളിക നമുക്കിന്ന് കിടക്കാൻ ഒരവസരം തരും. എടാ, ഒരിക്കലെങ്കിൽ ഒരിക്കൽ ഞാൻ എൻ്റെ സ്വന്തം തറവാട്ടിലൊന്ന് താമസിച്ചോട്ടെ. എന്തേ, നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തിന്? നീ വാളിയാ ഒന്ന് മെനയാക്കി എടുക്കണമെന്നേ ഉള്ളൂ. നിന്റെ ഒരു ആഗ്രഹമല്ലേ? എന്നാലും 4 വാഴ വെച്ചാൽ മതിയായിരുന്നു. മാപ്പൂ മോനെ. വാ. ഇതെങ്ങനെ ആളിയാ? താക്കോലല്ലോ ഉണ്ടോ? എന്തിനാ താക്കോല്? ചവിട്ടി പൊളിക്കാന്നേ. എന്തായാലും പേടിച്ചിട്ടാരും ഇങ്ങോട്ട് വരാൻ പോണില്ല. സോ തുറന്നു കിടന്നാലും ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സേഫ്. ഓക്കെ. പിടിച്ചേ പിടിച്ചേ. പോയേ പോയേ. ഇവിടെ ധാരാ ക്ലീൻ ചെയ്തിട്ട്. ആർക്കറിയാം, ചിലപ്പോൾ നമ്മുടെ മാടൻകുഞ്ഞ് പറ്റിച്ച പണിയാവും. വല്ല ഓടോ മറ്റോ പൊളിച്ച് കയറിയതാവും. ശ്രേയ, ലെറ്റ്സ് ക്യാമ്പ് ഹിയർ. മച്ചാ, നിങ്ങളെ വേറെ റൂം കൊണ്ടുപിടി.
ഞങ്ങളൊന്ന് ചായട്ടെ. ഓക്കെടാ. കിഷോർ, ആ ക്യാമറ ഒന്ന് തരൂ. എനിക്ക് ഇന്നത്തെ ഫുട്ടേജ് ഒന്ന് കാണണം. ഫുട്ടേജ് എന്നാ പിടിച്ചോ. അപ്പോൾ സീ യു ഇൻ ദി മോർണിംഗ്. ജീവനുണ്ടെ കാണാം. എന്ത്? എനിക്ക് വിശക്കുന്നടേ. ഉച്ചയ്ക്ക് എങ്ങാണ്ട് കഴിച്ചാ. കോപ്പ് ഓറഞ്ചോ വിശ്വ. പഴയ വീടാ, നശിപ്പിക്കില്ല അളിയാ. പോടേ വാടേ. എന്തിനാ ഇത്രയും നാണം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. എന്തെങ്കിലും പറയേ. എൻ്റെ പൊന്നു മീനാക്ഷി, എന്തെങ്കിലും ഒന്ന് പറയേ. ആ ശബ്ദം ഞാനൊന്ന് കേട്ടോട്ടെ. ഏട്ടന് എന്നെ ഇഷ്ടമായിരുന്നു. എന്ത് ചോദ്യം മോളെ ഇത്? നീ മുഴുപ്പാവട കെട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് നീ മാത്രമല്ലേ എൻ്റെ മനസ്സിൽ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നിന്റെ വിഷ്ണുവേട്ടൻ കാത്തിരുന്നത്. പിന്നെ എന്തിനാ എന്നെ പറ്റിച്ചേ? പറ്റിച്ചോ? എന്തു പറ്റിച്ചെന്ന്? നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചില്ലേ? എൻ്റെ വധവായില്ലേ നീ? പിന്നെന്താ? എന്തിനാ എന്നെ പറ്റിച്ചേ? ചേടാ, നിനക്കതെന്ത് പറ്റി? പിന്നെ എന്തിനാണ് നീ എന്നെ പറ്റിച്ചേ? മീനാക്ഷി, പിന്നെ എന്തിനാണ് നീ എന്നെ പറ്റിച്ചേ? ഓരോ തവണ നിന്നെ കണ്ടപ്പോഴും പ്രകൃതിയുടെ നിയമം ഞാൻ തെറ്റിച്ചു. ഓരോ പ്രണയം ഞാൻ നിനക്ക് തന്നപ്പോഴും നാഗങ്ങളുടെ ശാപം ഞാൻ ഏറ്റുവാങ്ങുകയായിരുന്നു. എന്റെ കഴുത്തിൽ നീ താലി ചാർത്തിയ നിമിഷം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഓരോ ശക്തിയെയും ഞാൻ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നിട്ടും നീ ഇവിടെ കണ്ടപ്പോ മീനാക്ഷി, നീ എന്റെ ശരീരം മാത്രമേ കണ്ടിട്ടുള്ളൂ. മനസ്സ് കണ്ടില്ല. ആത്മാവിനെന്ത് മനസ്സല്ലേ? അതോ നിന്റെ മീനാക്ഷിക്ക് ഉള്ളത്? എന്നാ ഞാനിവിടെ കൊന്നുകളയട്ടെ. വൃത്തികെട്ട നരാധമ ജന്മമേ, നിന്നെയാണോടാ ഞാൻ സ്നേഹിച്ചത്? നിന്റെ ഈ നെഞ്ചിലാണോ ഞാൻ ആശ്രയം കണ്ടെത്തിയിരുന്നത്? ഈ ഭൂമിയിൽ ആയുസോടെ ഇരിക്കാൻ നീ യോഗ്യനല്ല.
നോക്കാൻ. വിശ്വ, ജിത്തു അവനെ കാണാനില്ലടാ. കാണാനില്ലേ? അവനിവിടെങ്കിലും ഇല്ല. ഞാൻ നോക്കി, എല്ലായിടത്തും ഞാൻ നോക്കി. ജിത്തു, 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 ജിത്തു. ഇതാ അമ്മങ്കാവ്. ബാറ്ററീസ് ഡൗൺ. നമ്മളിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നീ ആ കവലയിലേക്ക് പോ, ഞാൻ ഇതുവഴി പോ നോക്കാം. ശ്രേയ, നീ വീട്ടിലേക്ക് പോ. സ്പെയർ ബാറ്ററീസ് ഇൻ മൈ ബാഗ്. ചെല്ല്, ക്വിക്ക്. ഓക്കെ, ഞങ്ങൾ അവനെയും കൊണ്ടുവരാം.
ശ്രേയ 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 സാറേ 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 അവിടെ അവിടെ സാറേ ഇന്നലെ സാറിന്റെ കൂടെ പടം പിടിച്ചോണ്ടിരുന്ന സാറ് അവിടെ ആറ്റിങ്ങരെ കിടക്കുന്നു. കൊന്നതാ യക്ഷി. ഞാൻ കണ്ടതാ, കണ്ടേച്ചു വരുവാ. സത്യമാ സാറേ, അവിടെ കിടപ്പുണ്ട്. ചേട്ടാ ഈ ക്യാമറ ഒന്ന് പിടിക്കാവോ പ്ലീസ്? किशोर 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 സാറ് വിളിക്കുന്നു, ഒന്ന് വരണം. സാറേ, ഇതാ ബോഡി ഐഡന്റിഫൈ ചെയ്ത ആള്. ആരാ ഇത്? എന്റെ ഫ്രണ്ടാ കിഷോർ മാധവൻ. എന്തായിരുന്നു ഈ നാട്ടിൽ പരിപാടി? ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ ഞങ്ങൾ 4 പേരും. ഇവര് കൂടാണ്ട് 2 പേരും കൂടി ഉണ്ട്. അവരെയും കാണാനില്ല സാർ. എന്തുവാടോ വായി നോക്കി നിൽക്കുന്നത്? ഐഡന്റിഫൈ ചെയ്തില്ലേ? ഫോർമാലിറ്റീസ് തീർത്ത് ബോഡി വീട്ടിലെത്തിക്കാൻ നോക്ക്. ആ ശരി സാർ. അനിയ, ഇതിപ്പോൾ ഈ നാട്ടിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പേരിനൊരു കേസ് ഞാൻ ചാർജ് ചെയ്യാം. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കാണാതെ പോയ കൂട്ടുകാരെയും 2 ദിവസത്തിനകം ഏതെങ്കിലും തോട്ടിന്നോ പൊന്തക്കട്ടിന്നോ ഇതുപോലെ കിട്ടും. അതും നീ ജീവനോടുണ്ടെങ്കിൽ മാത്രം. സ്വയം സൂക്ഷിക്ക്, വെറുതെ ഞങ്ങൾക്ക് ഇനിയും പണിയുണ്ടാക്കാതെ. ആ വാ സർ. സാറേ, ഇതൊന്ന് പിടിച്ചിരുന്നെങ്കിലേ എനിക്കങ്ങ് പണിക്ക് പോവായിരുന്നു. സോറി. ഈ ഡിസംബർ മാസം എനിക്ക് മറക്കാനാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരായ കിഷോർ, ചിത്തു, ശ്രേയ ഇവരിപ്പോൾ എന്നോടൊപ്പം ഇല്ല. നമ്മൾ മിഥ്യ എന്ന് കരുതുന്നത് പലതും സത്യമായി മാറുമ്പോൾ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. ഒരു കഥ തേടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്നത്. നിയോഗം അതിൻ്റെ പൂർണ്ണാവസ്ഥ എനിക്ക് കാട്ടിത്തന്നു. ആ കഥയിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട ഒരു ഏട് ഈ ഡയറി കുറിച്ചിട്ടിട്ടുണ്ട്. നാളെ ഞാൻ ജീവനോടില്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ സത്യം പുറത്തു കൊണ്ടുവരണം. എല്ലാം എല്ലാവരും അറിയണം. ഞാൻ ആരാണെന്ന് മനസ്സിലായോ?
ഞാൻ ഒന്നും ചെയ്യില്ല. ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ നീ എന്നെ ഒരുപക്ഷെ മുത്തശ്ശിയെന്നോ മുതുമുത്തശ്ശിയെന്നോ വിളിച്ചേനെ. പക്ഷേ ഞാൻ മനുഷ്യ സ്ത്രീയല്ല. എനിക്ക് ജീവനുമില്ല. നിന്നൊന്നും ചെയ്യല്ലേ? ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്യ നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നിന്നോടുള്ള വികാരം പ്രണയമാണ്. നീ കന്യകനല്ല, എനിക്കറിയാം. പക്ഷേ ഈ കണ്ണുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നു. ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്ന പോലെ, ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ എനിക്ക് വേണം നിന്നെ. എൻ്റെയാണ് നീ, എൻ്റേത് മാത്രം. ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിചാരിതമായി ഈ ഡയറിയും ഈ ക്യാമറയും എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ സത്യങ്ങൾ അങ്ങനെയാണ്. സ്വന്തം ജീവിതത്തിൽ ഒരാഘാതമായി വരുമ്പോൾ മാത്രമേ സത്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയൂ. ഇതും അതുപോലൊരു സംഭവമാണ്. എൻ്റെ കൂട്ടുകാരനായിരുന്നു വിശ്വൻ. വിശ്വന് സംഭവിച്ചത് ഒരുപക്ഷെ നാളെ എനിക്കും സംഭവിക്കുമായിരിക്കും. പക്ഷേ സത്യങ്ങളെല്ലാം നിങ്ങൾ കൂടി അറിയണം. അതിനുവേണ്ടിയാണ് ഈ സിനിമ ചെയ്തത്. ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തായാലും എൻ്റെ ഈ സിനിമ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. ഞാൻ വരും എല്ലാ രാത്രികളിലും നിങ്ങളെ കാണാൻ.